ഇപ്പോഴും അനഘയെ വീട്ടിലോട്ട് കൊണ്ടുവരുന്ന കാര്യം അവിടെ ആർക്കും അറിയില്ല. ഒരു ഗസ്റ്റ് വരുന്നെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാരും ആകാംക്ഷയോടെ കാത്തിരിക്കുക ആ ഗസ്റ്റിനെ കാണാൻ. അനഘയെ കാണുമ്പോൾ സന്തോഷിക്കുന്നവരവിടെ കൂടുതൽ. എന്നാ അനഘയാണ് വരുന്നതെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചിലരവിടെ ഉണ്ട്. അവരുരുകി തീരട്ടെ, പ്രത്യേകിച്ച് അഭി. അനഘ വിഷമിക്കണ്ട. ഇനിയാണ് അവൻ ജീവിതം പഠിക്കാൻ പോകുന്നത്. ആരവനോട് ക്ഷമിച്ചാലും നവ്യേച്ചി അവനോട് ക്ഷമിക്കില്ല. ആന്റി ഞങ്ങള് വീടിനടുത്തിറക്കാം. ശരി മോളെ, കയറിക്കോ. നമുക്ക് ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കാം കേട്ടോ. ഇതിപ്പോ നമ്മൾ ആദർശിനെയും നയനയും കൂട്ടി ഇവിടെയുള്ളവരോട് പറയാതെ വന്നതുപോലെ നമ്മളോടും എന്തൊക്കെയോ ആദർശ് നയനമോള് മറച്ചു വെക്കുകയാണല്ലോ. ഇനി ആരെയാണോ എന്തോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നത്. എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ലാത്ത ആരെയും അവര് കൊണ്ടുവരില്ല. അവൻ പറഞ്ഞ അനുസരിച്ച് മുറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടമ്മേ. അപ്പൊ ഇങ്ങോട്ട് വരുന്നവര് ഇവിടെ താമസിക്കാൻ വരുവാണെന്ന് തോന്നുന്നല്ലോ. താമസിക്കണമെങ്കിൽ താമസിക്കട്ടെ. അതിന് അർഹതയുള്ളവരായിരിക്കുമല്ലോ അവരിങ്ങോട്ട് കൊണ്ടുവരുന്നത്. നിന്നോടൊന്നും പറഞ്ഞില്ലേ ദേവേ? ഒന്നും പറഞ്ഞില്ലമ്മേ. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നോടോ ജയനോടോ അജയനോടോ ഒക്കെ പറഞ്ഞേനെ. എന്റെ പേടി എത്രയും അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരുവോന്നാ ആ നന്ദുവിനെ. അതിനെന്തിനാ ഇത്രയും സസ്പെൻസ് ഇടുന്നത്? നന്ദുവിനെ കൂട്ടിക്കൊണ്ട് വരികയാണെങ്കിൽ അവൾക്ക് നേരത്തെ അത് പറഞ്ഞൂടെ? അല്ലെങ്കിൽ തന്നെ നന്ദുവിനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നതിൽ എന്താ കുഴപ്പം? അവളുടെ 2 ചേച്ചിമാരിവിടെ ഉണ്ട്. എന്നിട്ട് നിന്നെയൊക്കെ പേടിച്ച് ആ കൊച്ചി ഈ പരിസരത്തേക്ക് പോലും വരുന്നില്ല. എന്റെ മോന്റെ കല്യാണം കഴിയുന്നത് വരെ അവൾ ഇങ്ങോട്ട് വരാത്തതാ നല്ലത്. അത് നീ മാത്രം തീരുമാനിച്ചാ പോരല്ലോ. നന്ദു ആ കുട്ടിയുടെ മാന്യത കൊണ്ട് മാറി നിൽക്കുക. അവളുടെ ചേച്ചിമാരെ കാണാൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ആർക്കും അത് തടയാൻ പറ്റില്ല. ചേച്ചിമാരെന്ന് എന്തിനാച്ചാ പറയുന്നത്? നവ്യയും അവളും ബദ്ധശത്രുക്കളാണ്. പിന്നെ വരുന്നെങ്കിൽ നയനെ കാണാനല്ലേ വരത്തുള്ളൂ. നയനയ്ക്ക് നന്ദുവിന് ജീവന, അതുപോലെ തന്നെയാ തിരിച്ചു. അവര് ജീവനൊക്കെ ആയിക്കോട്ടെ, പക്ഷേ എന്റെ മോനെ അവള് സ്വാധീനിക്കാതിരുന്നാ മതി. അല്ലെങ്കിൽ തന്നെ അവക്കിപ്പോ നല്ല ആലോചനയല്ലേ വന്നിരിക്കുന്നത്. പിന്നെ എന്തിനാണ് അവളുടെ പിന്നാലെ അനി നടക്കുന്നത്? സത്യം പറയാലോ അച്ഛാ, അനിക്ക് വട്ടാണ്. അല്ലെങ്കിൽ അനാമികയായിട്ട് ബന്ധം പിരിഞ്ഞ സ്ഥിതിക്ക് അവന് നല്ല കുടുംബത്തിൽ നിന്ന് നല്ല പെൺകുട്ടികളെ കിട്ടത്തില്ലേ? നന്ദുവിനെന്താ കുഴപ്പം? പിന്നെ ഗോവിന്ദന്റെയും കനകയുടെയും എതിർപ്പ് അവഗണിക്കാൻ പറ്റാത്തതുകൊണ്ടാ എന്റെ കൊച്ചുമോന്റെ ആഗ്രഹത്തിനൊപ്പം നിൽക്കാൻ കഴിയാത്തത്. അതിലെനിക്ക് വേദനയുണ്ട്.
അത് ശരി, ഇവരായിരുന്നോ ഇന്നത്തെ ഗസ്റ്റ്? അതേ മുത്തശ്ശ. കുറച്ച് ദിവസം രണ്ടാളും ഇവിടെ താമസിച്ചിട്ട് പോട്ടെ എന്ന് കരുതി. അതേതായാലും നന്നായി. മോൾക്കിപ്പോ നടക്കാൻ കഴിയുമെന്ന് ആദർശമോൻ പറഞ്ഞായിരുന്നു. ഇനിയിപ്പോ കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർമാരെ പോലെ അത്ഭുതപ്പെടുത്തിയ മാറ്റമാണല്ലോ ഇപ്പൊ മോൾക്കുണ്ടായിരിക്കുന്നത്. നമ്മുടെ എല്ലാം പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു എന്ന് വേണം പറയാൻ. ഉമ്മ. ഇന്നത്തെ ഗസ്റ്റുകൾ ആരാണെന്ന് കണ്ടില്ലേ? എന്തിനാ ഇവളുമാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? മനഃപൂർവ്വം എന്റെ അഭിയെ അപമാനിക്കാനല്ലേ? ഇതെന്റെ വീടാണ്. ഇവിടേക്ക് ആരെ കൊണ്ടുവരണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ഇവിടെ താമസിക്കാൻ യോഗ്യതയുള്ളവരാണ് അനഘയും ചന്തുമോളും. അതുകൊണ്ട് ചിലപ്പോ ഇനിയുള്ള കാലം മുഴുവനും ഇവരിവിടെ കഴിഞ്ഞെന്ന് വരും. എന്താ കുഴപ്പം? ഒരുത്തം മുകളിലുണ്ട്, അവനെ ഞാൻ വിളിച്ചോണ്ട് വരാം. ഇനിയിപ്പോ എന്ത് വേണമെന്ന് അവൻ തീരുമാനിക്കട്ടെ. അധിക സമയം അനഘയ്ക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. വാ. അതിനെ ഇങ്ങോട്ടേക്ക് എത്തിക്കും. മോൾക്കിപ്പോ ഒന്നും സംസാരിക്കാൻ പറ്റില്ലല്ലേ? ഇല്ല, ഉടനെ അതിന് കഴിയുമെന്ന ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ സംസാരിക്കട്ടെ. എന്നിട്ട് മോള് തന്നെ നടന്ന കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറയട്ടെ. ആദർശ് പറഞ്ഞ ഗസ്റ്റ് വന്നിട്ടുണ്ട്. നിനക്കവരെ കാണണ്ടേ? ആരമ്മേ? നീ താഴോട്ട് വാ, അപ്പൊ കാണാലോ. ഇത്രയും നേരം ആദർശം നയനെയാണ് നമുക്ക് സസ്പെൻസ് തന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ അമ്മയും തുടങ്ങിയോ? അല്ല, അങ്ങനെയുള്ള ആരെങ്കിലും ആണോ വന്നിരിക്കുന്നത്? നീ ഒന്ന് താഴോട്ട് വാ, അപ്പൊ കാണാലോ. എടാ, അമ്മമാരെ വേദനിപ്പിച്ച ഒരു കാരണവശാലും ദൈവം പൊറുക്കില്ല. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അതിപ്പോ നിനക്ക് മനസ്സിലാവും. നീ വാ. അമ്മേ, എനിക്ക് പ്രശ്നമുള്ള ആരെങ്കിലും ആണോ വന്നത്? അത് ഞാൻ പറയില്ല, വന്ന് കണ്ടാ മതി. നീ വരാൻ നോക്ക്. അമ്മേ, ആരെന്ന് പറഞ്ഞിട്ട് പോ. പറയുന്നില്ല, നീ വാ ഇങ്ങോട്ട്. നോക്കടാ, ആരാ വന്നേന്ന്. അബി, നിന്നെ എന്നെയൊക്കെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി രണ്ടെണ്ണത്തിനെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുവാ. എന്താടാ, ഇവരിവിടെ വന്നതിൽ നിനക്കെന്തെങ്കിലും എതിർപ്പുണ്ടോ? ഇത് മുത്തശ്ശന്റെ വീടാണ്. എന്റെ എതിർപ്പിന് പ്രസക്തിയില്ലല്ലോ. എടാ, നീയും കൂടെ പറയടാ മോളോട് ഇറങ്ങിപ്പോവാൻ. അങ്ങനെ അവൻ പറഞ്ഞ അവനവന്റെ ഭാര്യയും കുഞ്ഞുമായി ഈ വീട് വിട്ട് പോയിന്റ് വരും. കള്ളക്കഥകൾ മെനഞ്ഞൊരുത്തിക്കും അവളുടെ മോൾക്കും നിങ്ങൾ കൊടുക്കുന്ന സ്ഥാനം പോലും ഞങ്ങൾക്ക് ഇവിടെ ഇല്ലല്ലേ? ഒരിക്കലുമില്ല. നവ്യയ്ക്കും കുഞ്ഞിനും ഈ വീട്ടിൽ കഴിയാൻ എല്ലാ അർഹതയുണ്ട്. നിങ്ങളോട് ആരും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറയില്ല. പക്ഷേ ഇവൻ ഈ വീടിന്റെ രീതികൾക്കനുസരിച്ചല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് ഇവന് വേണമെങ്കിൽ പുറത്തു പോവാം. അനഘയുടെ വരവ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിന്റെ മോന്റെ പിന്നാലെ നിനക്കും പോവാൻ ചെലച്ചേ. അതെ, മുത്തശ്ശനും മറ്റു ചിലർക്കും ഇഷ്ടമല്ലാത്ത എല്ലാവരും ഈ വീട് വിട്ടു പോണം. അതിനു വേണ്ടിട്ടാണ് ഇവളെയും മോളെയും ആദർശനും നയനയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നത്. ഇത് നിന്റെ ബുദ്ധിയാണോടി? എന്റെ മാത്രമല്ല, ഞാനും ആദർശേനും കൂടി ഒരുമിച്ചെടുത്ത തീരുമാനം കുറച്ചു ദിവസം അനഘയും ചന്തുമോളും ഇവിടെ നിൽക്കണമെന്ന്. അത് കേട്ടപ്പോഴേ നീങ്ങ് പോന്നു അല്ലേ? നാണോ മാനോ ഇല്ലാത്ത വർഗങ്ങള്.
അനന്തപുരി തറവാട്ടിൽ കയറി പറ്റണമെന്നായിരുന്നില്ലേ നിന്റെ ആഗ്രഹം? അതിനു വേണ്ടിട്ടാണല്ലോ ആദർശേട്ടനെ വലയിലാക്കിയത്. എന്നിട്ട് കഥകൾ മാറ്റാൻ നിന്നോട് പറഞ്ഞതാരാ? ഇയാള് തന്നെ ആയിരിക്കും. യഥാർത്ഥ കഥകൾ എന്താന്ന് ചേച്ചിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരും അനഘ തന്നെ. ഇപ്പൊ പറഞ്ഞത് കേട്ടല്ലോ. കുറച്ചുകൂടി കഴിയുമ്പോൾ അനഘയ്ക്ക് സംസാരിക്കാൻ കഴിയുമെന്ന ഡോക്ടർമാര് പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് ഇവിടെ മാത്രമല്ല, കോടതിയിലും ചിലപ്പോ അനഘ സത്യങ്ങൾ പറഞ്ഞെന്ന് വരും. എന്ത് സത്യങ്ങള്? ഇവിടെ ഇവള് പല കഥകളും ഉണ്ടാക്കി പറയുമായിരിക്കും. പക്ഷേ കോടതിയിൽ പറഞ്ഞാൽ എന്റെ അബിക്ക് ഒന്നും സംഭവിക്കില്ല. അവിടെ യഥാർത്ഥ പ്രതികളെ ശിക്ഷിക്കപ്പെടുള്ളൂ. നമുക്ക് നോക്കാം യഥാർത്ഥ പ്രതി ആരാണെന്ന്. മോളെ, അനഘയും ചന്തുമോളെയും മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. നിലവാരമില്ലാത്ത സംസാരങ്ങൾ അവർ കേട്ടിരിക്കണ്ട. വാ മോളെ. വാ. പതുക്കെ. എന്താ ഇനി നിന്റെ തീരുമാനം? ഇവിടെ നിക്കണോ വേണ്ടയോ? എന്താ ഇനി നിന്റെ തീരുമാനം? ഇവിടെ നിക്കണോ വേണ്ടയോ? ചോദിച്ചത് കേട്ടില്ലടാ. അനഘയും ചന്തുമോളും കാരണം ഈ വീട്ടിൽ നിനക്ക് നിൽക്കാൻ പ്രയാസമാണെങ്കിൽ ഇന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങിക്കോന്ന്. എന്താ ചാച്ചൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പറയുന്നതിന്റെ പൊരുൾ എന്താണെന്ന് നിനക്ക് നന്നായി അറിയാം. നീ കൂടുതൽ സംസാരിക്കരുത്. എന്തായാലും എന്റെ മോൻ ഈ വീട് വിട്ടു പോവില്ല. പോന്നെങ്കിൽ പോട്ടെ. അവനിപ്പൊ കയറി ചെല്ലാൻ ഇടമുണ്ട്. അവന്റെ അച്ഛന്റെ വീട്. ഏതച്ഛൻ? അങ്ങനൊരച്ഛൻ ഇവനില്ലാന്ന് അച്ഛൻ അറിയില്ലേ? ഭൂമിയിൽ തെറ്റ് ചെയ്തവരെ പെട്ടെന്ന് ഗ്രഹണം ബാധിക്കോടി. ആ സമയത്ത് നീർക്കോലി കടിച്ചാലും വിഷം തീണ്ടും. എന്തായാലും അനഘയും ചന്തമോളും അനഘയുടെ ട്രീറ്റ്മെന്റ് കഴിയുന്നവരിവിടെ ഉണ്ടാവും. അതാ എന്റെയും നയനയുടെയും തീരുമാനം. അതിന് മുത്തശ്ശനെതിരെ നിൽക്കില്ല എന്ന് എനിക്കറിയാം. ഈ വീട്ടിനകത്ത് ആരൊക്കെ കഴിയണമെന്ന് ഞങ്ങൾക്ക് കൃത്യമായ നിശ്ചയമുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ. പിന്നെ സഹിക്കാൻ കഴിയാത്തവർക്ക് പുറത്തേക്ക് പോവാം. അമ്മ പേടിക്കണ്ടമ്മേ. എനിക്കൊപ്പമാണ് അഭി പുറത്തേക്ക് വരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്ത് കുഴപ്പമില്ലാന്ന്? അവൻ പുറത്തു പോയി കഴിഞ്ഞാ പിന്നെ അവന് സ്വാതന്ത്ര്യമായി. അവൻ ആ ദുഷ്ടനെ കാണും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ പുറത്തു പോവാൻ ഞാൻ സമ്മതിക്കില്ല. അവരെ തടയണ്ട. പോകുന്നെങ്കിൽ പൊക്കോട്ടെ. ഇങ്ങനെ നാണം കെട്ടി ജീവിക്കുന്നതിൽ നല്ലത് പോകുന്നതാ. ഞങ്ങൾക്ക് ഒരു നാണക്കേടും ഇല്ല ജാനകി. അല്ലെങ്കിൽ തന്നെ അതിന്റെ ഒരു ആവശ്യമുണ്ടോ? അതെ, സത്യം പറഞ്ഞ ഇവൻ ആദർശേട്ടനെ വിഴുപ്പല്ലേ ഇപ്പൊ ചുമക്കുന്നത്. നാണോ ഇല്ലേ നിങ്ങൾക്ക് ഇതുപോലുള്ള തരംതാണ കളികൾ കളിക്കാൻ? തരംതാണ കളി കളിക്കുന്ന ആരാണെന്നേ ഇവനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇവൻ ഒന്നിനും പ്രതികരിക്കാതെ ഇങ്ങനെ നിൽക്കുന്നത്. നിന്നോട് നിന്റെ അമ്മ സത്യങ്ങളൊക്കെ പറഞ്ഞല്ലേ, എന്നിട്ട് നീ വിശ്വസിച്ചില്ലല്ലോ. അതിന് കാരണമുണ്ട്. എനിക്ക് എന്റെ അഭിയെ അത്രയ്ക്ക് വിശ്വാസാ. നിങ്ങളൊക്കെ പറഞ്ഞ ശേഷം ഞാനും DNA ടെസ്റ്റ് നടത്തിയതാ. ഞങ്ങളുടെ ഡേവിഡ് സാറിനോടാണ് ഞാൻ ഈ കാര്യം ആദ്യം പറയുന്നത്. അമ്മ ഇതെന്നോട് പറഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ സഹായം കൊണ്ട് ഞാൻ DNA ടെസ്റ്റ് നടത്തുകയും ചെയ്തു. ചന്തുമോളുടെ അച്ഛൻ അഭിയല്ലാന്ന് അറിയുകയും ചെയ്തു. അതുകൊണ്ടിനി ആരും കൂടുതലൊന്നും സംസാരിക്കണ്ട. മോനെ, ഇനി നീ കൂടുതലൊന്നും പറയണ്ട. നബിയുടെ വിശ്വാസം അതാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. കാലം എന്തായാലും അതിനൊക്കെ മറുപടി തരും മോളെ. അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. കാലത്തിന്റെ ആ മറുപടിയിൽ ആദർശേട്ടന്റെ മുഖംമൂടി അഴിഞ്ഞു വീഴും. അത് മുത്തശ്ശന് കാണേണ്ടിയും വരും. അല്ലെങ്കിൽ നോക്കിക്കോ. എന്താടാ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നേ? അവനതിനല്ലേ പറ്റൂ. അനഘയെ കൊല്ലാൻ വേണ്ടിയിട്ട് ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് പലരും. അനഘയെ കൊല്ലാൻ വേണ്ടിയിട്ട് ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് പലരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് തന്നെ അവളെ കൊണ്ടുവന്നത്. ഇനി കൊലയാളികൾ വരുന്നെങ്കിലേ ഇങ്ങോട്ട് വരട്ടെ. പക്ഷേ ഈ വീട്ടിനകത്ത് തന്നെ കൊലയാളികൾ ഉണ്ടല്ലോ.
അവരെയൊക്കെ തടയാൻ നമുക്ക് പറ്റും മുത്തശ്ശ. മോക്ക് മുറിയൊക്കെ ഇഷ്ടായോ? ഇത് തന്നെ മോളെ സുരക്ഷിതം. ഇവിടെ താമസിക്കുമ്പോൾ കിട്ടുന്ന സഹായങ്ങള് മറ്റൊരിടത്ത് പോയാലും മോൾക്ക് കിട്ടില്ല. അത് അനക്കി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരാൻ അനക്കിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, അനക്കയുടെ ജീവിതം തകർത്തൊരുത്തൻ ഇവിടെ ഉണ്ടല്ലോ. മോളിതൊക്കെ കേൾക്കുന്നുണ്ട്. മോക്കിപ്പോ 2 അമ്മമാരല്ലേ, ഞാനും അനഘയും. അതുപോലെ മോളെ സ്നേഹിക്കുന്നൊരു അച്ഛനും ഉണ്ട്. അപ്പൊ ഈ മുത്തശ്ശിയോ? അത് മാത്രമാണോ? മുതുമുത്തശ്ശനും മുതുമുത്തശ്ശിയായിട്ട് വേറെ 2 പേരില്ലേ ഇവിടെ? അതുകൊണ്ട് എന്റെ സുന്ദരി കുട്ടിക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. മോളെ, അനഘ മോൾക്ക് കിടക്കണമെങ്കിൽ പിടിച്ചു കിടത്ത്. മോളെ കിടക്കാം. രാവിലെയൊക്കെ ചെറുതായിട്ട് പിടിച്ചു നടത്തണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് എപ്പോഴെങ്കിലും മാറുവാണെങ്കിൽ ആ എലിസബത്ത് ആന്റിയെ കൂട്ടിന് വിടാം. ആന്റിയും ദാമനും ഉണ്ടെങ്കിൽ പിന്നെ മറ്റൊന്നും പേടിക്കാനില്ല. ഇപ്പൊ നോക്കുന്ന ഓമന ചേച്ചിയും അനഘ വരുന്നത് കാത്തിരിക്കുക. അങ്ങനെ കുറച്ചു പേര് അരികിലുള്ളത് എന്തുകൊണ്ട് നല്ലതാ. എന്തായാലും അവനൊന്ന് ഭയന്നിട്ടുണ്ട്. ഇനി ആ ഭയം കൂടി വരും. നമ്മളാരുമല്ല, അവന്റെ അടുത്ത് തന്നെയുണ്ട് അവന്റെ ശത്രു. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ വേണ്ടി തന്നെയാ അവളെ ആദർശ നയനും കൂടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അനക്കയോടും കുഞ്ഞിനോടും ആദർശ ചെയ്തത് പൊറുക്കാൻ പാടില്ലാത്ത തെറ്റാണ്. ആ കറുത്ത പാട് മായ്ക്കാനാ അവന്റെ ശ്രമം. നാളെ അനക്ക സംസാരിച്ച് തുടങ്ങിയ ആ കുഞ്ഞ് എന്റെ കുഞ്ഞാണെന്ന് പോലും പറയിക്കാൻ അവളെ കൊണ്ട് ആദർശ്. അതൊക്കെ എനിക്കറിയാലോടാ. അതുകൊണ്ടല്ലേ ഞാൻ അവളെയും കുഞ്ഞിനെയും കണ്ടപ്പോ പ്രതികരിച്ചത്. ഇതൊക്കെ എന്റെ പ്രാക്കാടാ. നീ പോകാൻ പാടില്ലാത്ത ഒരുത്തനൊപ്പം പോയില്ലേ, നാഗേന്ദ്രന്റെ ഒപ്പം. അതിന് ദൈവം തന്ന ശിക്ഷയാടാ നിനക്കിതൊക്കെ. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അനഘയായിട്ട് ഇവൻ ഒരു ബന്ധവുമില്ല. അനഘയെ സ്നേഹിച്ചതും അവളെ വഞ്ചിച്ചതും ഒക്കെ ആദർശാണ്. ആ കുറ്റബോധം അയാൾ തീർക്കുന്നത്. അതിനൊക്കെ കൂട്ടു നിൽക്കാനേ എന്റെ അനിയത്തി എന്ന് പറയുന്ന ഒരുത്തി. എങ്ങനെയെങ്കിലും നീ അനക്കും കുഞ്ഞിനെ ഇവിടുന്ന് പുറത്താക്കണം. അവര് പുറത്താകുന്നൊന്നും എനിക്ക് തോന്നില്ല. ചിലപ്പോ നിന്നെ ഇവിടുന്ന് മുത്തശ്ശൻ പുറത്താക്കിയെന്ന് വരും. അപ്പോ നിനക്കും കുഞ്ഞിനും ഇവന്റെ ഒപ്പം പോവാം. ഞങ്ങൾ എന്തിനാ പോകുന്നത്? അല്ലെങ്കിൽ തന്നെ എന്തിന്റെ പേരില്ല ഇവനെ ഇവിടുന്ന് ഇവന്റെ മുത്തശ്ശൻ പുറത്താക്കേണ്ടത്? എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്ന ഒരുത്തിക്കും അവളുടെ കുഞ്ഞിനും വേണ്ടി ഞങ്ങൾ ഈ വീട് വിട്ടു പോണോ? അതൊന്നും എനിക്കറിയില്ല. കുറച്ചു ദിവസമായിട്ട് ഇവന്റെ പോക്ക് ശരിയല്ല. ഇവൻ എന്നെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുക. നാഗേന്ദ്രനെ ഇവൻ കാണുന്നില്ലെന്ന് പറഞ്ഞാലും അത് സത്യമല്ലെന്ന് എനിക്കറിയാം. നീ അവനെ കാണാൻ ശ്രമിക്കുന്തോറും നിനക്ക് ഇതുപോലുള്ള തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുവാടാ. ദൈവം അതിനുള്ള അവസരം ഒരുക്കി തരും. അതുകൊണ്ട് ആരെ വേദനിപ്പിച്ചാലും അമ്മമാരെ വേദനിപ്പിക്കാതെ നോക്കണം. നവ്യേ, ഇനി നമ്മൾ വിചാരിച്ചാലും അനഘയും ചന്തുമോളെയും പുറത്താക്കാൻ പറ്റില്ല. 2 ആളെയും വേണ്ട, പക്ഷേ ഒരാളെ ഒഴിവാക്കണം, അനഘയെ. എങ്ങനെ? അതിനുള്ള അവസരം ഒത്തുവരും. അതിന് നിന്നെ കൊണ്ടേ സാധിക്കൂ. ഏത് മാർഗം സ്വീകരിച്ചിട്ടാണെങ്കിലും അനഘ ഇവിടുന്ന് പോണം. ഇവിടുന്ന് പറഞ്ഞാ ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല, ഈ ഭൂമിയിൽ നിന്ന് തന്നെ. നിന്നെപ്പോലൊരു ദുഷ്ടനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റത്തുള്ളടാ. അല്ല, നീ എന്താ ആലോചിക്കുന്നത്? അല്ല, അവളെ എങ്ങനെ ഒഴിവാക്കാന്ന് ആലോചിക്കായിരുന്നു. അതിനുള്ള ബുദ്ധിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ അമ്മ ഞാൻ അച്ഛനെ കാണരുതെന്ന് പറയുന്നുണ്ടല്ലോ, പക്ഷേ ഞാൻ കാണും.
അച്ഛനെ ബുദ്ധിരാക്ഷസനാ. അച്ഛൻ അതിനുള്ള വഴിയൊക്കെ ഉപദേശിച്ചു തരും. അത് നീ ആരും അറിയാതെ അങ്ങ് നടപ്പിലാക്കിയാൽ മതി. ശരിയടാ, നീ പറയുമ്പോ തന്നെ ഞാനത് നടപ്പിലാക്കി തരാം. ഈ ലോകത്തെ ഇതുപോലുള്ള സ്ത്രീകളെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് എന്താടി കുഴപ്പം? നിങ്ങളുടെ കുഴപ്പത്തെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാളെ ഇപ്പൊ നാട്ടിലുണ്ട്. എന്നാ പിന്നെ നന്ദുവിനെയും കൂട്ടി ഉത്രാടത്തിന്റെ അന്ന് അങ്ങോട്ട് പോരെ, ഞാനവിടെ കാണും. അതെയോ? നവീൻ മോനുണ്ടോ? ആ, എന്നെയും വിളിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും എത്തും. എല്ലാവരും ഇപ്പോൾ ഉറങ്ങിക്കാണും. കുറച്ചുകൂടി കഴിയട്ടെ. ഒരു 1:30 ആവുമ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് അവളെ കാണേണ്ട രീതിയിൽ തന്നെ കണ്ടോളാം.